കോട്ടയം പയസ് ടെന്റ് കോൺവെന്റിലെ അന്തേവാസിയും പ്രീഡിഗ്രി വിദ്യാർത്ഥിനിയുമായിരുന്ന സിസ്റ്റർ അഭയയുടേത് ദുരൂഹ മരണമല്ല, മറിച്ച് കൊലപാതകമാണെന്ന് തിരുവനന്തപുരം പ്രത്യേക CBI കോടതി കണ്ടെത്തി. പ്രതികളായ ഫാദർ തോമസ് എം കൊട്ടൂരിൻ്റെയും സിസ്റ്റർ സെഫിയുടെയും ശിക്ഷ നാളെ വിധിക്കും. കൊല്ലപ്പെട്ട അഭയയുടെ വസ്ത്രവും ചെരുപ്പും തൊട്ട് ഫോട്ടോകൾ വരെ അപ്രത്യക്ഷമായ കേസ്. ഡമ്മി പ്രതികളെ പലതവണ ഹാജരാക്കി. അൽമായയുടെ ചെലവിൽ കന്യാസ്ത്രീക്ക് കന്യാചർമ്മം പോലും തുന്നിപ്പിടിപ്പിച്ചു. സാക്ഷികളെ കൂട്ടത്തോടെ മൊഴിമാറ്റിച്ചു. ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും എന്തിനധികം CBIയും പലതവണ അട്ടിമറിച്ചിട്ടും നീണ്ട 28 വർഷങ്ങൾക്ക് ശേഷവും സത്യം കുഴിച്ചു മൂടാനാവില്ലെന്ന് അടയാളപ്പെടുത്തിയ കേസ്. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യത ഉറപ്പിക്കുന്ന വിധി പ്രഖ്യാപിച്ച CBI പ്രത്യേക കോടതി ജഡ്ജി കെ സനൽകുമാറിന് ബിഗ് സല്യൂട്ട്. സിസ്റ്റർ അഭയ കേസിൽ നീണ്ട നിയമ പോരാട്ടത്തിന് നേതൃത്വം നൽകുകയും പിന്നീട് ഒറ്റയാൾ പോരാട്ടമായപ്പോഴും സമ്മർദ്ദങ്ങളെയും ഭീഷണികളെയും അതിജീവിച്ച അചഞ്ചലമായി നിലകൊണ്ട മനുഷ്യാവകാശ പ്രവർത്തകൻ ജോമോൻ പുത്തൻപുരയ്ക്കലാണ് ഇന്നത്തെ ഹീറോ. നീതിക്കായി പടവെട്ടുകയും വിജയിക്കുകയും ചെയ്ത ജോമോൻ്റെ ദിനമാണ് ഇന്ന്. ജോമോൻ ഇന്ന് അതിഥിയായി നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തുന്നുണ്ട്. ഒപ്പം സിസ്റ്റർ ജസ്മി, സഭയുടെ പ്രതിനിധിയായി ഷിബിനു ചാക്കോ, സിസ്റ്റർ അഭയയുടെ ദുരൂഹ മരണത്തെക്കുറിച്ചുള്ള ഡോക്യു ഫിക്ഷൻ സംവിധാനം ചെയ്ത ശ്രീ ശ്യാംനാഥ് എന്നിവരും അതിഥികളായി പങ്കെടുക്കുന്നു. എല്ലാ അതിഥികളെയും സ്വാഗതം ചെയ്യുന്നു. ഷിബിനു ചാക്കോ, CBI പ്രത്യേക കോടതിയുടെ വിധിയെ താങ്കൾ എങ്ങനെ നിരീക്ഷിക്കുന്നു? ശ്രീ അനിൽ, കഴിഞ്ഞ 28 വർഷവും 9 മാസവുമായ ഒരു കേസിൻ്റെ സിസ്റ്റർ അഭയയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൻ്റെ വിധിയാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാം, ലോക്കൽ പോലീസ് അന്വേഷിച്ചു, ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. ഇപ്പോൾ CBIയുടെ നീണ്ട അന്വേഷണത്തിൻ്റെ ഇപ്പോൾ ഒരു വിധി വന്നിരിക്കുകയാണ്. നമുക്കറിയാം, സമാനതകളില്ലാത്ത ഒരു സംഭവം, ഒരു കേസ്, ഒത്തിരിയേറെ നിയമ പോരാട്ടങ്ങളിലൂടെ, നിയമയുദ്ധങ്ങളിലൂടെ കടന്നുപോയ ഒരു കേസ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിലും നമ്മുടെ സമൂഹത്തിലുമൊക്കെ ഒത്തിരിയേറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സംഭവമായിരുന്നു സിസ്റ്റർ അഭയയുടെ മരണവും ഇപ്പോൾ ഈ വിധി വരുന്ന സാഹചര്യവും. ഞാൻ അതിലേക്കൊന്നും കൂടുതലായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വിധി വന്നിരിക്കുന്നു, അത് നമ്മുടെ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠം അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് വിധി വന്നിരിക്കുന്നു. ആ വിധി സ്വാഗതം ചെയ്യപ്പെടേണ്ടതുമാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം, തുടക്കം മുതൽ തന്നെ, ഈ കേസിൻ്റെ തുടക്കം മുതൽ തന്നെ കഴിഞ്ഞ 28 വർഷവും 9 മാസവുമായി ശിക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് ചില ആളുകളെ അല്ലെങ്കിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്ന ആഗ്രഹത്തിനും ആക്രോശത്തിനുമാണ് കൂടുതൽ കയ്യടി കിട്ടിയതെങ്കിൽ, ഇന്ന് ഒരു 3 മണിക്കൂർ മുമ്പിന് ശേഷം അഭയയ്ക്ക് നീതി കിട്ടി എന്നുള്ള തരത്തിലേക്ക് ഒരു ക്യാപ്ഷൻ മാറിയിട്ടുണ്ട് എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. അല്ല, രണ്ടും ഒന്നാണല്ലോ സിസ്റ്റർ അഭയ. കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമ്പോഴാണല്ലോ നീതി ഉറപ്പുവരുത്തുന്നത്. രണ്ടും ഒന്നാണല്ലോ. അല്ല, ഞാൻ പറയട്ടെ, ഇതിൻ്റെ ക്യാപ്ഷന് വ്യത്യാസമുണ്ടായിരുന്നു. ശ്രീ അനിൽ നമ്പ്യാർ, ക്യാപ്ഷന് വ്യത്യാസമുണ്ടായിരുന്നു. കാരണം ഞാൻ കുറച്ച് കംഫർട്ടായിട്ട് ഇരുന്നുള്ളൂ. ക്യാപ്ഷന് വ്യത്യാസമുണ്ടായിരുന്നു. ഇവിടെ തുടക്കം മുതൽ തന്നെ നമുക്കറിയാം, ഒരു മുൻവിധിയോടെയുള്ള സമീപനമാണ് എല്ലാ മേഖലയിലും നടന്നുകൊണ്ടിരുന്നത്. കത്തോലിക്ക സഭയിലെ ഒരു സന്യാസ മഠത്തിൽ ആ കോൺവെന്റിലെ കിണറ്റിൽ കാണപ്പെട്ട, മരിച്ച നിലയിൽ കാണപ്പെട്ട സിസ്റ്റർ അഭയയുടെ കേസുമായി ബന്ധപ്പെട്ട് ഒരു മുൻവിധിയോടെയുള്ള ഒരു സമൂഹത്തിൻ്റെ ആക്രോശമുണ്ടായിരുന്നു. നമുക്കറിയാം, അത് ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. ഞാനിത് പറയുമ്പോൾ അങ്ങ് തെറ്റിദ്ധരിക്കണ്ട, ഒത്തിരി ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ ഇതേ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ CBI ഏറ്റെടുത്ത 2 കേസുകളുണ്ട്. ഒന്ന് ചേകന്നൂർ മൗലവിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട കേസ്, രണ്ടാമത് ശാശ്വതീകാനന്ദയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസ്. ഇവിടെ ഒന്നുമില്ലാത്ത ഒരു അറ്റൻഷൻ, ഒരു സാമൂഹ്യ നിരീക്ഷണം, അല്ല മാധ്യമങ്ങളുടെ നിതാന്ത ജാഗ്രതയൊക്കെയും
ഈ കേസിന്റെ പിറകിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആൾക്കൂട്ട ആരവം ഈ കേസിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇതേറെ ശ്രദ്ധിക്കപ്പെടുന്നത്. ഒരുപക്ഷെ ക്രൈസ്തവ സഭയിൽ നിന്ന് കൂടുതൽ നന്മകൾ പ്രതീക്ഷിക്കുന്ന ഒരു സമൂഹം എന്ന നിലക്ക് ആണോ എന്ന് ഞാൻ സംശയിക്കുകയല്ല, ഒരുപക്ഷെ ആയിരിക്കാം. എന്നിരുന്നാലും ഒരു ആൾക്കൂട്ട ആക്രോശവും മുൻകൂട്ടിയുള്ള വിധിയും വിധിന്യായങ്ങളും ഒക്കെ പുറപ്പെടുവിക്കുന്ന ഒരു അസാധാരണ സാഹചര്യത്തിലാണ് 28 വർഷത്തിനിപ്പുറം 28 വർഷവും 9 മാസവും പിന്നിടുമ്പോൾ ഒരു വിധി വരുന്നത്. ആ വിധി എന്തായാലും സിസ്റ്റർ അഭയയ്ക്ക് നീതി കിട്ടുന്നതാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശ്രീ ബിനു ചാക്കോ, താങ്കൾ പറഞ്ഞതുപോലെ ആൾക്കൂട്ട ആരവവും അതുപോലെ മാധ്യമ വിചാരണയും ഒക്കെ നടന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ അന്വേഷണം അട്ടിമറിക്കാൻ ഗൂഢശ്രമം നടത്തി, പിന്നീട് അധികാരത്തെ കൂട്ടുപിടിച്ചു, അല്ലേ, രാഷ്ട്രീയ നേതൃത്വത്തെ കൂട്ടുപിടിച്ചു, ലോക്കൽ പോലീസ്, ക്രൈംബ്രാഞ്ച്, എന്തിനധികം CBIയിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥരും ഈ കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നില്ലേ? 3 തവണ കോടതിയിൽ കൊടുത്തതാണ്. ഇതിൽ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താനായില്ല, അതുകൊണ്ട് ഈ കേസ് അവസാനിപ്പിക്കണം, കേസ് ഫയൽ ക്ലോസ് ചെയ്യണം എന്ന് പറഞ്ഞ് CBI പോലും കോടതിയെ സമീപിച്ചു. അങ്ങനെയുള്ള ശ്രമം നടന്നതുകൊണ്ടല്ലേ, അതൊക്കെ തെളിഞ്ഞതുകൊണ്ടല്ലേ താങ്കൾ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ നിതാന്ത ജാഗ്രത പുലർത്തി ഈ കേസ് അന്വേഷണത്തോടൊപ്പം തന്നെ സഞ്ചരിച്ചത്? അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവില്ലല്ലോ. അന്ന് കുറ്റവാളികൾ ഇവരാണ് എന്ന് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ സമയത്ത് നിങ്ങൾ ആ കള്ളനാണയങ്ങളെ അവിടെ നിന്ന് മാറ്റിയിരുന്നെങ്കിൽ, നിങ്ങൾ തള്ളിപ്പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ഈ നാണക്കേടുണ്ടാവുമോ ശ്രീ ബിനു ചാക്കോ? അല്ല, അതിനും വിശദമായൊരു മറുപടി തരാനുള്ള അവസരം തരണം ശ്രീ അനിൽ. കാരണം ഇവിടെ സഭയുടെ ഒരു സംവിധാനവും എനിക്കറിയാവുന്നിടത്തോളം കേട്ടോ, എനിക്കതല്ലേ പറയാൻ പറ്റുള്ളൂ. ഞാൻ എൻ്റെ നിലപാട് പറയുക എന്നുള്ളതാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ ലക്ഷ്യം. ഇത് ന്യായീകരിക്കാനല്ല. ഒരു പ്രതിക്ക് കിട്ടേണ്ട അല്ലെങ്കിൽ ഒരു പ്രതിക്ക് അവകാശപ്പെട്ടതായ ചില അവകാശങ്ങളുണ്ട്. ആ അവകാശം കോടതിയിൽ നിന്നാകാം, അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നാകാം, പൊതുസമൂഹത്തിൽ നിന്നാകാം. അതിനുവേണ്ടി കോടതികളിൽ ശ്രമം നടത്തുന്നതിന് എങ്ങനെയാണ് സ്വാധീനമാണെന്ന് സ്ഥാപിക്കാൻ കാണുക? അങ്ങനെ ന്യായീകരിക്കുക, അങ്ങനെ പറയാൻ സാധിക്കുന്നത്? തീർച്ചയായിട്ടും എല്ലാ സാഹചര്യങ്ങളെയും ഉപയോഗിക്കുന്നു. ഇവിടെ വളരെ ബോധപൂർവമായ ചില കഥകൾ ഉണ്ടാക്കപ്പെടുന്നു. ഞാൻ പറഞ്ഞ മറ്റ് 2 സംഭവങ്ങളും ഇതെല്ലാം ഇവിടെ ഒരു ബോധപൂർവമായ കഥകൾ ഉണ്ടാക്കപ്പെടുന്നു. 28 വർഷവും 9 മാസവും പൊതുവിചാരണയ്ക്ക് വിധേയമായ ഒരു കേസ് എന്ന നിലക്ക് തന്നെ വളരെ വ്യക്തമായി ഞാൻ പറയുകയാണ്, ഈ കേസ് വിധിയിലേക്ക് എത്തുമ്പോൾ അവിടെ അഭയയ്ക്ക് നീതി കിട്ടുക എന്നതിനേക്കാൾ ഉപരി ഇവിടെ സഭയുടെ എന്തോ മാഫിയ പ്രവർത്തനമുണ്ടെന്നും എല്ലാത്തിനെയും അട്ടിമറിക്കാൻ ശേഷിയുണ്ടെന്നും അതിന് കോടികൾ മുടക്കുന്നുണ്ടെന്നും ഒക്കെ വിളിച്ചു പറയാനും സാക്ഷികൾക്കൊക്കെ കാശ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയിക്കാനും ഒക്കെ ഉള്ള വ്യഗ്രത. ഇന്ന് രാവിലെ തന്നെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിന്റെ മോർണിംഗ് റിപ്പോർട്ടറിൽ ഞാൻ കേട്ട ഒരു പദമുണ്ട്: സാക്ഷികൾ ബൈറ്റ് തരണമെങ്കിൽ പോലും ചാനലുകൾ കാശ് കൊടുക്കണം. ഇന്ന് റിപ്പോർട്ട് വരുന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല എന്ന് പറയുന്ന സാഹചര്യം. അതേ, സാക്ഷികൾ ബൈറ്റ് തരണമെങ്കിൽ പോലും കാശ് കൊടുക്കണമെന്ന് അവതാരകൻ പറയുന്നത് കേട്ടയാളാണ് ഞാൻ. അത്തരത്തിൽ എല്ലാ മേഖലയിലും എന്തോ ആസൂത്രിതമായ ഒരു ഗൂഢാലോചനയിലൂടെ സഭയെയും സഭയുടെ സംവിധാനത്തെയും പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് അധികമാവില്ല എന്നുള്ളതാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കളുടെ ആ സംശയത്തിന് സിസ്റ്റർ ജസ്മി മറുപടി നൽകും. സിസ്റ്റർ ജസ്മി, സഭയിൽ മാഫിയ പ്രവർത്തനമാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഉണ്ടായിരുന്നത്, മറിച്ച് സഭയെ ഒന്നടങ്കം ആരും ഈ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്തരത്തിൽ വൃത്തികേട് കാണിക്കുന്നവരെ തള്ളിപ്പറയേണ്ട സമയത്ത് തള്ളിപ്പറയാതെ ഇത്രയും കാലം ഏകദേശം 3 പതിറ്റാണ്ടോളം സംരക്ഷിച്ചത് സഭയാണ് എന്ന് വ്യക്തമായിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ സഭാ നേതൃത്വത്തെ ചോദ്യം ചെയ്തത്, അല്ലേ? അല്ലാതെ നേരത്തെ ബിനു ചാക്കോ ആരോപിച്ചതുപോലെ ഇത് വളരെ ആസൂത്രിതമായി സഭയെ തകർക്കാൻ വേണ്ടി മാധ്യമങ്ങളും അതുപോലെ ആൾക്കൂട്ടവും ഒക്കെ സിസ്റ്റർ ജസ്മിയെ പോലുള്ളവരുമൊക്കെ ഒത്തുചേർന്ന് നടത്തിയ ഒരു പോരാട്ടം അങ്ങനെ കാണാനാവുമോ ഇതിനെ? ഇവിടെ തെറ്റ് ചെയ്തവർ, കുറ്റവാളികൾ ആരാണെങ്കിലും അവരെ മുഖം നോക്കാതെ ശിക്ഷിക്കണം
എന്നൊരു ലക്ഷ്യം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ സിസ്റ്റർ ജസ്മി? സഭ നിഷ്പക്ഷമായിരുന്നെങ്കിൽ എന്തിനാണ് ഇത്രയേറെ തെളിവുകൾ നശിപ്പിച്ചത്? അതിന് ഒരു ഉത്തരം പറയണം. തെളിവ് നശിപ്പിച്ചത് പുറത്തുനിന്ന് വന്ന ആൾക്കാരല്ല. ആദ്യത്തെ തെളിവുകൾ നശിപ്പിച്ചത് അത് സഭയുടെ അകത്തുള്ളവർ തന്നെയാണ്. അപ്പോൾ നിഷ്പക്ഷമായിരുന്നില്ല. നമ്മൾ ഒരാളെയും സംരക്ഷിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്തില്ലെങ്കിലും വേണ്ടില്ല, അവരുടെ നിഷ്പക്ഷമായി നിൽക്കാമായിരുന്നു സഭയ്ക്ക്. എങ്കിൽ ഇന്ന് നാണക്കേട് യാതൊരു വിധത്തിലും ഉണ്ടാവില്ല. കാരണം സഭ മുൻപ് വളരെ നല്ല രീതിയിലായിരുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ പ്രവർത്തിക്കാറ്. പണ്ട് ഇങ്ങനെ തെറ്റ് ചെയ്തവരുണ്ടെങ്കിൽ പറയും അവർ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ, അങ്ങനെ ഒരു മാന്യത സഭയ്ക്കുണ്ടായിരുന്നു. ഇവിടെ ഞാൻ മാഫിയ എന്നൊന്നും പറയുന്നില്ല, പക്ഷേ എവിടെയോ വെച്ച് ഈ മാന്യത നഷ്ടപ്പെട്ടു. അപ്പോൾ സഭ തെറ്റ് ചെയ്തെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്ന ആ നല്ല മനോഭാവം കളഞ്ഞു കുളിച്ചു. എന്നിട്ട് ഇപ്പോൾ തെളിവുകൾ വരെ നശിപ്പിച്ച് ഈ ഒരു കാലഘട്ടത്തിലാണ്, കുറച്ച് വർഷങ്ങളായിട്ടാണ് ഈ സ്വഭാവം തുടങ്ങിയത്. ആദ്യം ഞാൻ മഠത്തിൽ ചേരുമ്പോഴൊക്കെ എനിക്ക് വളരെ സമാധാനമായിരുന്നു. കാരണം ഒരു കന്യാസ്ത്രീ ഒരു അച്ഛൻ്റെ കൂടെ പോയി അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഞങ്ങളോട് ചോദിക്കും, പുറകിലാളുണ്ടോ, പോവാറായോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുമ്പോൾ ഞാൻ പറയും, തെറ്റ് ചെയ്തവർ പോയില്ലേ, അപ്പം അകത്തുള്ളവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ലേ തെളിവെന്ന്. പിന്നീട് എനിക്കത് പറയാൻ പറ്റാതെയായി. കാരണം അകത്തുള്ളവർ തെറ്റ് ചെയ്താലും അവരെ വിട്ടുകൊടുക്കുക, സത്യത്തിനും നീതിക്കും വിധേയമാകാൻ വേണ്ടി അത് കോടതിക്ക് വിട്ടുകൊടുക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാതെ, നിഷ്പക്ഷത പോലും പാലിക്കാതെ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് ബിനു ചാക്കോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന്. സഭയെ തകർക്കാനുള്ള ഉദ്ദേശം ഉള്ള 1% പേരെങ്ങാനും എവിടെയെങ്കിലും കാണും. ഞങ്ങളൊന്നും അതിൽ പെട്ടവരല്ല. ഞങ്ങളുടെയൊക്കെ ആഗ്രഹം സഭ നേരെയാവണം, നന്നാവണം, പഴയതുപോലെ സത്യസന്ധമാകണം, നിഷ്പക്ഷമായി ഇത്തരം കാര്യങ്ങളിൽ നിലകൊണ്ട് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറയുന്ന പണ്ടത്തെ ആ നല്ല മനോഭാവം തിരിച്ചെടുക്കണം. പഴയകാല ചൈതന്യത്തിലേക്ക് സഭ തിരിച്ചു പോകണം. അല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ, അന്നത്തെ പോലെ ആയിരുന്നെങ്കിൽ ഇന്ന് സഭയ്ക്ക് തലകുനിക്കേണ്ട ആവശ്യമില്ല. തെറ്റുകാരെല്ലാ സംഘങ്ങളിലും ഉണ്ട്. അപ്പോൾ അവർ കുറ്റക്കാരാണെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് മാന്യമായി പറയാൻ സഭയ്ക്ക് കഴിഞ്ഞേനെ. ഇന്ന് മാന്യതയില്ലാത്തതായി. അപ്പോൾ ഇങ്ങനെയൊക്കെ തെളിവും നശിപ്പിച്ചു, അവരെ സംരക്ഷിക്കാൻ ശ്രമിച്ചു എന്നൊക്കെ പറയുമ്പോൾ അവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മരിച്ചുപോയ സിസ്റ്റർ അഭയ അന്യമകളല്ല, നമ്മുടെ തന്നെ മകളാണ്. ഇത്രയും ചെറുപ്പമുള്ള, ആരാരും സംരക്ഷിക്കാനില്ലാത്ത വിധത്തിൽ അഭയമില്ലാത്ത അഭയ, അവളുടെ പക്ഷമൊന്ന് ഒരു നിമിഷം ചിന്തിച്ചിരുന്നെങ്കിൽ. അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു മാന്യതയില്ലാത്ത സഭയുടെ നിലപാട് കാരണം സഭ സ്വയം തലകുനിക്കേണ്ട ഗതികേട് വന്നിരിക്കുകയാണ്. അതല്ലായിരുന്നെങ്കിൽ സഭയ്ക്ക് പറയാമായിരുന്നു, എത്രയോ സ്ഥലങ്ങളിൽ, എത്രയോ മതങ്ങളിൽ, മതസംഘടനകളിൽ, എത്രയോ രാഷ്ട്രീയ സംഘടനകളിൽ കുറ്റം ചെയ്യുന്നവരുണ്ട്, അവർ ശിക്ഷിക്കപ്പെടട്ടെ. മനുഷ്യരെ ഒരുപാട് സ്ഥലങ്ങളിൽ തെറ്റായി ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ പറയാൻ ഇന്ന് സഭയ്ക്ക് പറ്റുന്നില്ല. ഈ സഭ എന്ന് ബിനു ചാക്കോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലേ കുറെ വിശ്വാസികളുണ്ട്, ബോധമുള്ള, ചിന്തിക്കുന്ന, ഈ കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ കഴിവുള്ള, അവരാരും സഭയെ കുറ്റപ്പെടുത്താൻ വേണ്ടി ഇരിക്കുന്നവരല്ല. ഓക്കെ സിസ്റ്റർ ജസ്മി, ഞാൻ സിസ്റ്ററിലേക്ക് തിരിച്ചു വരാം. ജോമോൻ പുത്തൻപുരക്കൽ, അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ. ശ്രീ ജോമോൻ പുത്തൻപുരക്കൽ, താങ്കളാണ് ഇന്നത്തെ ഹീറോ ജോമോൻ. കാരണം കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോഴും ജോമോൻ പറഞ്ഞ് ചെയ്യേണ്ടതെല്ലാം ചെയ്തു, പക്ഷേ നീതിപീഠത്തിൻ്റെ മുന്നിലാണ് അല്ലേ? നീതിപീഠം എന്ത് തീരുമാനിക്കും എന്നതിനെക്കുറിച്ച് എനിക്കറിയില്ല, എല്ലാം ജഡ്ജിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. പക്ഷേ ഇന്നിതാ ആ വിധി വന്നിരിക്കുന്നു. ജോമോൻ, താങ്കൾ ഇത്രയും കാലം 3 പതിറ്റാണ്ടോളമുള്ള താങ്കളുടെ പോരാട്ടത്തിന് ഒരു റിസൾട്ട് ഉണ്ടായിരിക്കുന്നു. അഭയ കേസിലെ 1ഉം 3ഉം പ്രതികൾ കുറ്റവാളികളാണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. വിധിയെക്കുറിച്ചുള്ള താങ്കളുടെ പ്രതികരണം? അല്ല, ഇത് നിയമപോരാട്ടം നടത്തുന്ന കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ പണവും സ്വാധീനവും അധികാരമുള്ള കേസുകളിലെ പ്രതികളൊന്നും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ പരാതിയുമായി പോലീസിൽ പോയിട്ട് കാര്യമില്ല, കോടതി പോയിട്ട് കാര്യമില്ല എന്ന് ചിന്തിക്കുന്നവർക്കെല്ലാം ആ ചിന്തകൾ മാറി നിയമപോരാട്ടം നടത്തിയാൽ പ്രതികൾ എത്ര ഉന്നതന്മാരായാലും ശിക്ഷ കിട്ടും എന്ന് അവർ കോടതിക്ക് മുമ്പിൽ അവർക്കെതിരെയുള്ള തെളിവുകൾ എത്ര അട്ടിമറിക്കപ്പെട്ടാലും
അവർ ശിക്ഷിക്കപ്പെടും എന്നുള്ള ഉത്തമ ബോധ്യമാണ് ഈ വിധിയിലൂടെ. ആരുമില്ലാത്തവരുടെ കേസ് ദൈവം വാദിയായി എന്നിലൂടെ നടത്തുന്നുള്ളൂ, ഞാനൊരു നിമിത്തം മാത്രമാണ്. അപ്പം ഈ പാവപ്പെട്ട അഭയയ്ക്ക് വേണ്ടി 1% അനിലെ ഒരു നീതി പുലർത്താൻ, ഒരു ചെറുവിരൽ അനക്കാൻ, അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും വന്നോ? ഈ ദൈവം അടയ്ക്ക രാജുവിൻ്റെ രൂപത്തിലാണ് മോഷ്ടാവായിട്ട് അല്ലറയുള്ള മോഷണം നടത്തുന്നത്. ഈ ഗവൺമെൻറ്റിൻ്റെ മുകളിൽ ചെമ്പൂമ്പി പറിക്കാൻ വേണ്ടി വന്ന അല്ലറയുള്ള മോഷ്ടാവായി വന്ന ആളാണ് വെളുപ്പിനെ 5 മണി. അപ്പം പ്രതിഭാഗം വക്കീൽ കോടതിയിൽ വിസ്തരിച്ചപ്പോൾ, CB കോടതിയിൽ അടയ്ക്ക രാജുവിനെ വിസ്തരിച്ചപ്പോൾ രാത്രിയിലാണ് മോട്ടിച്ച് വന്ന് പോയെന്ന് വരുത്താൻ വേണ്ടി ക്രോസ് വിസ്താരത്തിൽ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ അടയ്ക്ക രാജു കരഞ്ഞ് വിഷമത്തോട് പറഞ്ഞു, സാറേ, ജഡ്ജിയോട് പറയണം, ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഞാൻ കോടതിയിലുണ്ട്, സാറേ, വെളുപ്പിനെ ഞങ്ങൾ മോട്ടിക്കുന്ന ഒരു വെളുപ്പിന് 4-നും 3:30-ക്കും ഇടയിലാണ്, അല്ല 3-നും 4:30-ക്കും ഇടയിലാണ് ആളുകൾ ഉറങ്ങിക്കിടക്കുന്നത്. നല്ല ഉറക്കം, ശരിക്കും ഉറങ്ങുന്ന പുലർച്ചെ സമയത്താണ്. ആ സമയം നോക്കിയാണ് ഞങ്ങൾ മോട്ടിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ 4 മണിക്ക് പോയപ്പം 5 മണിക്ക് കണ്ടത്. 5 മണിന്ന് എങ്ങനെ നിങ്ങൾ അറിഞ്ഞു എന്ന് പ്രതിഭാഗം ചോദിച്ചു. ക്രോസ് വിസ്താരത്തിൽ രാമപിള്ളയായിരുന്നു, രാമപിള്ളയായിരുന്നു അഡ്വക്കേറ്റ്. അപ്പം പറഞ്ഞു മുനിസിപ്പാലിറ്റിയുടെ ഷെയർ കൂട്ടി. അപ്പോൾ 5 മണിന്ന് അറിഞ്ഞു. അപ്പോൾ 5 മണിയെന്ന് പറയുമ്പോൾ 4:15 അഭയ കൊല്ലപ്പെടുന്നു. അപ്പോൾ 5 മണിക്കാണ് ബോഡി കിണറ്റിലിടുന്നു. അപ്പോൾ അന്നേരമാണ് കണ്ടത്. 3 പേരെ കണ്ടെന്ന് പറഞ്ഞിരിക്കുകയല്ലേ. ഇപ്പം വിട്ടുപോയ ജോസ് പൂത്തൃക്കയിലും പ്രതിയാകാൻ പോകില്ല ഇനി. കാരണം അടയ്ക്ക രാജു പറഞ്ഞിട്ടുണ്ട്, ഓൾറെഡി മൊഴിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നേരത്തെ വിട്ടുപോയ നൈറ്റ് വാച്ച്മാനായ ദൃസാക്ഷി അഭയം മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് കണ്ടിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം വീണ്ടും വന്നെന്ന് എഴുതിയ മൊഴി കോടതി പരിശോധിക്കുന്നതിൽ പരാജയപ്പെട്ടു, നേരത്തെ CBI ജഡ്ജിയായിരുന്നു. അപ്പം ആ ആളെ വിട്ടതിനെതിരെ ഞാൻ അപ്പീൽ ഹൈക്കോടതി കൊടുത്തപ്പോൾ ഹൈക്കോടതി പറഞ്ഞു, 2ാം പ്രതിക്കെതിരെ ഈ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പറഞ്ഞത് CBI ആണ് അപ്പീൽ ഫയൽ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് എൻ്റെ കേസ് തള്ളി. അപ്പം CBI അപ്പീൽ ഫയൽ ചെയ്തപ്പം പറഞ്ഞു ജോമൻ പുത്തമ്പരയ്ക്കൽ കൊടുത്ത ഹർജി തള്ളിയുകൊണ്ട് CBIയുടെയും തള്ളുന്നു. അപ്പോൾ അതെന്ത് ന്യായമാണ്? സാങ്കേതികത്വം പറഞ്ഞല്ലേ രക്ഷപ്പെടുന്നവരല്ല, അല്ലാതെ ഇവർ കുറ്റവാളികളല്ലെന്ന് എവിടെയെങ്കിലും ഒന്നുണ്ടോ? ഈ അനിലെ രാത്രി 11 മണിക്ക് ഈ 2ാം പ്രതി അവിടെ വിട്ടുപോയവരെ കുറിച്ച് ചിലർ വാചടിക്കുന്നുണ്ടല്ലോ. ഈ പൂത്തൃക്ക 11 മണിക്ക് സ്കൂട്ടറെ വന്നിട്ട് മതിൽ ചാടി നേരെ കിണറിൻ്റെ അപ്പുറത്തോട്ട് പോയി കിച്ചൻ്റെ അങ്ങോട്ട് പോയെന്നാണ് ചെല്ലമ്മ ദാസ് എന്ന് പറഞ്ഞ നൈറ്റ് വാച്ചമ്മ. പുലർച്ചെ 5 മണിക്ക് തിരിച്ചു വന്നു. അപ്പോൾ എന്തിനാ, വേദപാഠം പഠിപ്പിക്കാൻ പോയതാണോ അതോ കുർബാന ഇല്ലാൻ പോയതാണോ? രാത്രി 11 മണിക്ക് സ്ത്രീകൾ മാത്രം താമസിക്കുന്നത് കൊണ്ടുണ്ട്. അപ്പം ഇവർ മാന്യന്മാരാണ്, അയ്യോ ഞങ്ങൾ ഡീസൻ്റായി എന്നെ പ്രതിയാക്കി, അത് തെറ്റായിരുന്നു ഇപ്പം തെളിഞ്ഞു എന്ന് പറഞ്ഞ് നോട്ടുമാലയിട്ട് നാട്ടിൽ കൂടെ നടന്ന് ആരെങ്കിലും വിശ്വസിക്കൂ? ഇത് ജനം അറിയുന്നുണ്ടോ? ഇനിയും നിങ്ങളെങ്കിലും അറിയണത് ഇല്ലേ സത്യാവസ്ഥ? അല്ല ജോമനെ, ഇന്നും പറയുകയാണല്ലോ ഞാൻ കുറ്റം ചെയ്തിട്ടില്ല, ഞങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ഇന്നും പറയുകയാണല്ലോ ഉളുപ്പില്ലാതെ. അത് എല്ലാ കുറ്റവാളിയും അങ്ങനെ പറയില്ല, എല്ലാ കുറ്റവാളിയും പറയും. അവസാനം ഇവർ അല്ലേ ഇത് വെക്ക്, ഞാൻ വെറും ഒരു 6ാം ക്ലാസ് മാത്രമേ എഡ്യൂക്കേഷൻ ഉള്ള ഒരാളാണ്. ഞാൻ ഈ നിയമപോരാട്ടം നടത്തി എന്നെ പുച്ഛത്തോടു കൂടിയാണ് ഇവരൊക്കെ ഉണ്ട്. ഈ സഭയ്ക്കെതിരെ, സഭയുടെ രൂപത ചാൻസലറായിട്ടുള്ള തോമസ് കോട്ടൂരിനെതിരെ ഇവനെപ്പോലുള്ളവനൊക്കെ എന്ത് ചെയ്യാനാണ് എന്ന് മുൻവിധിയോടും പുച്ഛത്തോടു കൂടിയാണ് ഫൈറ്റ് ചെയ്ത്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. നമ്മളെല്ലാം ഇതൊക്കെ ഞാനൊരു നിമിത്തം മാത്രമാണ്. എല്ലാ ആളുകളെയും പിന്തുണയും മാധ്യമങ്ങളിലേക്ക് കിട്ടി, എല്ലാ രാഷ്ട്രീയ പാർട്ടിയും കിട്ടി. അറിയാമോ, ഇപ്പം ഞാൻ ഓർക്കുവാണ്, രാജഗോപാൽജി അന്ന് 94 വിജയറാമറാവുവിനെ CBI ഡയറക്ടറെ രാജഗോപാൽ MP, അന്നത്തെ MP ആണ്. രാജഗോപാൽ ഈ ബാലാനന്ദൻ പോളിറ്റ് ബ്യൂറോ മെമ്പർ BP ഹൗസിലാണ്. 2 പേരെയും കൂടെ ഒരുമിച്ച് ഇപ്പോൾ ഉള്ള ജോൺ വിട്ടാസാണ് ദേശാഭിമാനിയിലെ കയ്യിലുള്ള ജോൺ വിട്ടാസ് ആണ് കാറ് ഞങ്ങൾക്ക് വിളിച്ചത്. എന്നിട്ട് CBI ഡയറക്ടറാണ് PC തോമസ് MP. അങ്ങനെയാണ് ത്യാഗരാജനെ കൊച്ചിയിൽ നിന്ന് മദ്രാസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അങ്ങനെ നിവേദനം കൊടുത്തത്. അപ്പോൾ എല്ലാവരുടെയും പിന്തുണ, CPM-ഉം BJP എല്ലാ ത്രൂത്തിൽ കോൺഗ്രസ് എല്ലാ പാർട്ടിയിൽപ്പെട്ടവരുടെ എല്ലാം പിന്തുണ കിട്ടി. എല്ലാവരുടെയും മാധ്യമങ്ങളിൽ സഹകരണം കൊണ്ടാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു, അല്ലാതെ ഞാനൊരു നിമിത്തം മാത്രം. അല്ല ജോമോനെ പിന്തിരിപ്പിക്കാൻ ഈ കേസ് അന്വേഷണത്തിന് ഊർജം പകർന്നത് താങ്കളുടെ ഇടപെടലുകൾ തന്നെയാണ്. എവിടെയൊക്കെ അന്വേഷണം കുതറിമാറുന്നുവോ വീണ്ടും അന്വേഷണത്തെ അതിൻ്റെ പാതയിലേക്ക് കൊണ്ടുവന്നത് താങ്കളാണ്. അങ്ങനെയുള്ള ജോമോൻ പുത്തൻപുരയ്ക്കലിനെ പ്രലോഭിപ്പിക്കാൻ അതിന് താങ്കൾ വശംവദനായില്ല. അതുകൊണ്ട് താങ്കളെ ഇല്ലാതാക്കുമെന്ന പോലെ ഭീഷണി ഉണ്ടായി അല്ലേ? ഇതൊക്കെ അതിജീവിച്ചുകൊണ്ട് ഈ സമ്മർദ്ദങ്ങളെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിച്ചു? ആരുടെ ഭാഗത്തു നിന്നാണ് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ഉണ്ടായത് ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ? കുറവുണ്ട്, വീണ്ടും കൂടി. ശ്രീ ജോമോൻ,
ഹലോ ശ്രീ ജോമോൻ, എന്റെ ചോദ്യം കേട്ടോ താങ്കൾ. എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. ആ കേട്ടു. എന്നെ സ്വാധീനിക്കാനും ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ഭീഷണിപ്പെടുത്തി അപായപ്പെടുത്തി എൻ്റെ സ്വന്തം സഹോദരി ഒരു കന്യാസ്ത്രീയാണ്, അവരെ കൊണ്ട് ഈ അടുത്ത നാളിൽ പറയിപ്പിച്ചു. എല്ലാ ശ്രമങ്ങളും ഇവർ നടത്തിയായിരുന്നു. ഇതൊന്നും വിജയിച്ചില്ല. ഞാൻ പറയട്ടെ, നമ്മൾ ചില ആളുകൾക്കൊരു സ്വഭാവമുണ്ടല്ലോ, ഈ കേരളം മുഴുവൻ എൻ്റെ പേര് എഴുതി തന്നാലും ഞാൻ മരിക്കുമ്പോൾ ഈ കേരളം മുഴുവനുള്ള സ്വത്ത് എനിക്ക് കൊണ്ടാകാൻ പറ്റുമോ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്ക് വേറെ താല്പര്യങ്ങളൊന്നുമില്ല, ആർക്കും കൊടുക്കാനില്ല, എൻ്റെ പേര് അക്കൗണ്ടിലുണ്ടെങ്കിൽ ഞാൻ മരിക്കുമ്പോൾ എനിക്ക് കൊണ്ടാകാൻ പറ്റുമോ? ആർക്കും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്കിതൊന്നുമല്ല, ജനങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹം, ഈ കേസിൽ നിയമപോരാട്ടം നടത്തി എന്നെ ജനങ്ങൾ കാണിക്കുന്ന ആത്മാർത്ഥ താല്പര്യമാണ് എനിക്ക് ഏറ്റവും കോടികൾ എന്ന് വില മതിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ചില ആളുകൾക്ക് അങ്ങനെയുണ്ട്. എല്ലാവരെയും വിലക്കെടുക്കാൻ സാധിച്ചാൽ ചില ആളുകളെ പറ്റിയില്ലെന്നുള്ള തെളിവല്ലേ അടക്കരാജുവിൻ്റെ കാര്യം. സാധിച്ചോ? അടക്കരാജിൻ്റെ ഭാര്യയാണ് വിളിച്ചു പറഞ്ഞത് ഇന്നപോലെ ഇവർ വന്നു. അപ്പോൾ എന്തിനു വിളിച്ചു പറഞ്ഞു? പാവപ്പെട്ട ഈ കന്യാസ്ത്രീയെ ഈ കൊന്നവരെ ശിക്ഷിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ. അപ്പം അതാണ് അതിൻ്റെ സംഭവങ്ങൾ നിൽക്കുന്നത്. ശ്രീ ജോമോൻ, അടക്കാരാജു മൊഴിയിൽ ഉറച്ചു നിന്നത് കൊണ്ട് തന്നെയല്ലേ ഈ കേസിൽ ഒരു റിസൾട്ട് ഉണ്ടായിരിക്കുന്നത്? പ്രതികൾ കുറ്റവാളികളാണ്, അല്ലെങ്കിൽ പ്രതികളെ ശിക്ഷിക്കുന്നതിലേക്ക് എത്തി നിന്നത് അടക്കാരാജു എന്ന മോഷ്ടാവ് അദ്ദേഹത്തിൻ്റെ മൊഴിയിൽ ഉറച്ചു നിന്നത് കൊണ്ട് തന്നെയല്ലേ? 8ഓളം സാക്ഷികൾ മൊഴി മാറ്റി അല്ലേ? അതെ. ഈ അതുപോലെ തന്നെ കന്യാസ്ത്രീകൾ മൊഴി മാറ്റി എന്ന് പറഞ്ഞാൽ ഈ കുറ്റകൃത്യമായിട്ട് അവർക്കൊന്നും ഒരു ബന്ധവുമില്ല, അവർ കണ്ടിട്ടുമില്ല, ഈ പ്രതികളുമായി ബന്ധിപ്പിക്കുന്ന സാക്ഷികളൊന്നുമില്ല. അവരല്ലേലും പ്രതികളോടൊപ്പം കൂറുള്ളവർ. രൂപത ചാൻസലറായിട്ടുള്ള കോട്ടൂർ എന്ന് പറയുന്ന വൈദികൻ 1-ാം പ്രതി, അയാൾക്കെതിരെ കന്യാസ്ത്രീകളിൽ മൊഴി പറയും. ഇവരെല്ലാം തള്ളിപ്പറഞ്ഞിട്ടു. അടക്കരാജു എന്ന് പറഞ്ഞ ആൾ ഇന്നലെ പറഞ്ഞു തന്നെ പ്രമുഖ ചാനലിലൂടെ എന്ത് പറഞ്ഞു? ഈ പറയുന്ന അഭയയ്ക്ക് നീതി ലഭിക്കണമെന്ന്, അഭയ ശിക്ഷിക്കില്ലെങ്കിൽ ദൈവം സമ്മതിക്കില്ല എന്ന് പറഞ്ഞല്ലോ. ഈ അടക്കരാജുവിൻ്റെ നീതിബോധം പോലും ഈ അഭയുടെ കൂടെയുള്ള കന്യാസ്ത്രീക്ക് ഇല്ലാതെ പോയതിലാണ് എനിക്ക് ദുഃഖം. അവർ ചങ്കത്ത് കൈവച്ച് എന്തെങ്കിലും ആത്മാർത്ഥ അഭയ്ക്ക് വേണ്ടി 1% നീതി പുലർത്താൻ ഇവർ കഴിഞ്ഞിട്ടോ? ഇവർക്ക് നാണമില്ലേ? കേരള സമൂഹം കണ്ടുകൊണ്ടിരിക്കുക, ഇവർക്ക് നാണവും മാനവുമില്ല. അത് മനസ്സിലാക്കൂ. അപ്പോൾ എന്തായാലും അനിലെ എന്നെ ഒന്ന് ഒറ്റ കാര്യം കൂടി ശ്രീ ജോമോൻ, അതായത് ഇവർ കുറ്റവാളികളാണെന്ന് ഇന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇവർക്ക് നാളെ എന്ത് ശിക്ഷയാകും ലഭിക്കുക? അതിൽ ഈ തക്കതായ ശിക്ഷ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് എനിക്കുള്ളത്. കോടതിയിലെ വിചാരണ എല്ലാ ദിവസവും ഞാൻ കണ്ടിരുന്നു. കോടതി നീതിബോധമുള്ള ആളാണ്. കൃത്യം അളന്ന് തൂക്കി ചരട് കെട്ടി പറയുന്ന പോലെ എല്ലാ വർക്കിംഗ് ഡേയിലും ഒരു ദിവസം പോലും മാറ്റിവെക്കാൻ, പ്രതികൾ ആവശ്യപ്പെട്ടിട്ടും മാറ്റിവെക്കാൻ കൃത്യമായി വിചാരണ നടത്തിയ ആളാണ്. ജഡ്ജി നല്ലൊരു നീതിമാനാണ്. അദ്ദേഹം നീതിപൂർവ്വം തന്നെ ചെയ്യും, വിധി പറയും, ശിക്ഷ ഇവർക്ക് കൊടുക്കും എന്നുള്ള പ്രതീക്ഷയാണ്. ആ വിധി ദൈവത്തിനും ഈ ജഡ്ജിനും വിട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കയ്യൊപ്പ് പോലെയാണ് ഈ പ്രതികൾക്കെതിരെയുള്ള ഈ കുറ്റക്കാരാണെന്ന് പറഞ്ഞത്. നാളെ ശിക്ഷ വിധിക്കട്ടെ എന്നുള്ള പ്രത്യാശയിൽ നിൽക്കുന്നു. എല്ലാം ദൈവത്തിന് സമർപ്പിക്കുന്നു. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ ജോമോൻ പുത്തൻപുരയ്ക്കൽ. ജോമോൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ശിക്ഷാവിധി.